ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിൽ പോവാട്ടോ. ക്യാബിലാണ് പോകുന്നത്. റൂമിൽ നിന്ന് ഒരു 6:00 ഇറങ്ങി. ബാംഗ്ലൂരിൽ ട്രാഫിക് അറിയാമല്ലോ, നല്ല ട്രാഫിക്കാണ്. അപ്പം ഒരു വർഷത്തിന് ശേഷം കേട്ടോ ബസ്സിൽ നാട്ടിലേക്ക് പോകുന്നത്. ഞങ്ങൾ നേരത്തെ ഇറങ്ങി, എന്നിട്ട് മടിവാള എന്നാണ് ബസ്. അവിടെ എത്തുമ്പോൾ 8 മണി തന്നെയായി. പിന്നെ 8:45 ബസ്. അതിന് ഞങ്ങൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. ചപ്പാത്തിയും ബട്ടർ ചിക്കനും കഴിച്ചു. പിന്നെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ബസ് കിട്ടി. രാവിലെ ഞങ്ങൾ സുള്ളിയത്താണ് ഇറങ്ങാറ്. അപ്പം അവിടെ നിന്നൊരു 5:30 ആകുമ്പോൾ എത്തിയെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് പോകണം. ഞങ്ങളുടെ വീട് ഇവിടെ ഒരു ബോർഡറിലായിട്ടാണ് വരുന്നത്, അതായത് കർണാടക കേരള ബോർഡർ. അപ്പം ഓട്ടോ പിടിച്ചിട്ട് ഒരു അരമണിക്കൂർ ട്രാവലുണ്ട്. രാവിലെ നേരത്തെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ഓട്ടോ ഇച്ചിരി പാടായിരുന്നേ. അതിനെന്തോ ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ടെന്നോ പറഞ്ഞിട്ട് വണ്ടി സ്ലോ ആയിട്ടാണ് പോയത്. ഇപ്പോൾ കയറ്റമൊക്കെ കയറുമ്പം മെല്ലെ അങ്ങനെ അരമണിക്കൂറിൽ എത്തേണ്ട ദൂരം ഞങ്ങളൊരു 1 മണിക്കൂർ എത്തി വീട്ടിലെത്തുമ്പം. പിന്നെ രാവിലത്തെ ആ തണുപ്പ്. നാട്ടിലെ മഴ അറിയാമല്ലോ. ഇവിടെ ബാംഗ്ലൂർ മഴയൊന്നുമില്ലായിരുന്നു, നാട്ടിൽ നല്ല മഴയാട്ടോ. മഴ ഞങ്ങൾക്ക് ആ ഒരു സാറ്റർഡേ സൺഡേ പകൽ മഴയൊന്നും കിട്ടിയില്ല, എന്നാലും രാത്രിയും നല്ല മഴയായിരുന്നു. ഞങ്ങൾ എത്താറായി. വീടിൻ്റെ അടുത്ത് 1 മണിക്കൂർ എടുത്തു. എങ്ങാനും 8:30 അല്ല, എത്ര മണിക്കാ? 6:45 ഞങ്ങൾ വീട്ടിലെത്തി. അന്ന് തന്നെ വീട്ടിൽ നിൽക്കാനൊന്നും സമയമില്ല കേട്ടോ. അന്ന് തന്നെ ഞങ്ങൾ വീടിൻ്റെ പണി നടക്കുവാണ്. അപ്പം അതിന് ടൈല് നോക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് വരെ പോയി. കാസർഗോഡ് സീതാംകുളി എന്ന് പറയുന്ന സ്ഥലത്താണ് പോയത്. കാസർഗോഡിന് മാറ്റം വന്നത് കണ്ടോ? നല്ല റോഡാട്ടോ, അടിപൊളി റോഡാണ്. മുമ്പ് ബസ്സിലൊക്കെ, ഇപ്പം മുകളിലത്തെ റോഡൊക്കെ തുറന്നു വിട്ടു. അടിപൊളിയായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ സീതാംകുളി പോയി. ഒരുപാട് ടൈൽസൊക്കെ നോക്കി, ഒന്നും സെലക്ട് ചെയ്തില്ല. അതിപ്പം മാറ്റ്, പിന്നെ ലെതർ ഫിനിഷിങ്, ഗ്ലോസി എന്നൊക്കെ പറയുമ്പോൾ ആകെ കൺഫ്യൂസായി. ഒരുപാട് നോക്കി ടൈൽസ്. 1-2 സ്ഥലത്ത് കയറി കാസർഗോഡൊക്കെ നോക്കി. കളക്ഷൻ ഉണ്ട് കേട്ടോ, എല്ലായിടത്തും നല്ല കളക്ഷൻ ഉണ്ട്. റേറ്റിൻ്റെ കാര്യമൊന്നും അറിയില്ല. ടൈൽസ് അടിപൊളി. പക്ഷെ ഞങ്ങൾക്ക് ഏതാ എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഒന്നും എടുത്തില്ല, ഒന്നുകൂടി പോയി നോക്കണം. പിന്നെ കാർ എടുക്കാതെ വന്നതുകൊണ്ട് എവിടെ പോകണമെങ്കിലും ഞങ്ങൾക്ക് ബസ്സിൽ വേണം പോവാൻ. ബസ് യാത്ര അടിപൊളിയാട്ടോ. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ബസ്സിൽ. ഇന്ന് എൻ്റെ അമ്മ വീട്ടുകാരുടെ ഒരു കുടുംബ സംഗമം പറയാം. എല്ലാവരും കൂടെ കൂടുന്നുണ്ട്. അങ്ങോട്ടാണ് യാത്ര. അവിടെ എത്തി. എല്ലാവരും ഒന്ന് കണ്ടു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും ഒന്നിച്ച് കാണുന്നത്. പുറത്തുള്ളവരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ അതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെയും വീട്ടിൽ തിരിച്ചു പോവാട്ടോ. തിരിച്ച് ബാംഗ്ലൂരിലിട്ട് ഞങ്ങൾ ആകെ 2 പകലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പരിപാടി 2 ദിവസത്തെ വീഡിയോ ആണ്. ഇതിപ്പം സൺഡേ ആയിരുന്നു പരിപാടി. അന്ന് രാത്രി തന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ സ്ലീപ്പിംഗ് ബസ്. ഇത് കൊഹിനൂറാണ്, കാസർഗോഡ് നിന്നാണ് ബസ് കയറിയത്. AC ബസ്, അടിപൊളി ബസ്സായിരുന്നു കേട്ടോ. നല്ല നീറ്റും ക്ലീനും, എന്താ പറയുക, അടിപൊളിയായിരുന്നു. കൊഹിനൂറിനൊക്കെ ഇപ്പോൾ ഒരുപാട് ബസ് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിലോട്ട് പോയതും തിരിച്ചു വന്നതൊക്കെ ബസ്സിലായിരുന്നു. ഒരു പുതപ്പും പില്ലോയും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഉറങ്ങി. രാവിലെ എത്തി. മോളെ കൂട്ടാതെയാണ് പോയത്. മോളെ ചേച്ചിയുടെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോയത്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു ബാംഗ്ലൂരോട്ട്. അടിപൊളി യാത്രയായിരുന്നു.